ഹലോ, ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയോ? സയേൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്കാണ് പോകുന്നത്. സയ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നാളെ തിരിച്ചു പോവേന. അതിന് മുന്നേ നമ്മൾ തറവാട്ടിലൊക്കെ പോയി തൊഴുതിട്ട് വരാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ ഈ ലഗേജ് ചേട്ടൻ്റെ ഓട്ടോവും വിളിച്ചിട്ട് വെളിച്ചെണ്ണയും ചന്ദനത്തിരിയും വാങ്ങാൻ വേണ്ടിയിട്ട് ഇച്ചാൻ്റെ കടയിലേക്ക് വന്നിട്ടുണ്ട്. ഓരമോൻ നമുക്കില്ല വെളിച്ചെണ്ണയും തപ്പി നടക്കുവാന്ന് കിട്ടിയിട്ടാന്ന് തോന്നുന്നു. കുറേ സമയം പരിധിക്കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണയും കിട്ടി. പിന്നെ ഏത് ചന്ദനത്തിരിയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ചന്ദനത്തിരിയും എടുത്ത് പൈസയും കൊടുത്ത് ബാക്കി പൈസ തിരിച്ചു മേടിച്ച് ഞാൻ ഓട്ടോയിലേക്ക് പിന്നെയും നടന്നു അങ്ങോട്ടേക്ക്. എനിക്ക് ഈ തറവാട്ടിലും അറയ്ക്കെല്ലാം പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവിടെ എപ്പോഴും നല്ല ശാന്തമായ അന്തരീക്ഷമായിരിക്കും, നല്ല കാറ്റെല്ലാം വീശുന്നുണ്ടാവും. ഒരു പ്രത്യേകങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. എപ്പോഴും നമുക്ക് ആടെ ഇരുന്നാൽ നല്ല സുഖമായിരിക്കും. എത്ര വേണമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് വേറെ എവിടെയും പോയാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ അങ്ങനെ പറ്റില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പോകുന്നവർ. അപ്പോൾ ഈ റോട്ടിലേക്ക് കൂടിയാണ് പോകേണ്ടത്. നമ്മൾ ഓട്ടോ കണ്ടാട് ഒരു കുഞ്ഞ് അതാ വെട്ടിച്ച് സൈക്കിളെടുത്ത് അങ്ങ് പോകുന്നുണ്ടായിന്. എൻ്റെ ദൈവമേ, എങ്ങനെയോ ജസ്റ്റ് മിസ് അങ്ങനെയെല്ലാം പറയാൻ നമുക്ക് ശ്രദ്ധിക്കുന്നില്ല പിള്ളേരൊന്നും. ഈ വളവും കൂടെ കഴിഞ്ഞ പാട് കാണുന്നത് നമ്മളെ തറവാട് കണ്ട. ഇതാണ് നമ്മളെ തറവാട്. അമ്മ വേഗം നേരെ പോയി കാല് കവ്വി അങ്ങനെ കുഞ്ഞിനെയും കൂട്ടി കാല് കവ്വിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയട്ടെ. ഞാനും കാല് കവ്വിനെ ആടുന്ന അതൊരു വലിയമ്മ അടിച്ചു വരുന്നുണ്ട്. ഇവർക്കിങ്ങനെ എനിക്ക് തോന്നുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ ഓരോരാൾ വന്നിട്ടാണ് ഇവിടെ വിളക്ക് വെക്കേണ്ടത്. നമ്മളമ്മമ്മ, അതായത് ശരത്താട്ടൻ്റെ അമ്മമ്മ, പിന്നെ അവരെ റിലേഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കത്തിക്കാൻ പറ്റിയവർ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ വിളക്കത്തിക്കൽ. ഇന്ന് ഈ രണ്ടാഴ്ചത്തേക്ക് ഈ വല്യമ്മയൊന്നും തോന്നുന്നത്. അങ്ങനെ കാലെല്ലാം കഴുകി നമ്മൾ നേരെ തോമാൻ പോയപ്പോൾ വല്യമ്മ ചോദിച്ചു, ഇതാരാണ് രജനി നിൻ്റെ ഒന്നിച്ച്? അപ്പം അമ്മ പറയാന്ന്, ഇത് എൻ്റെ അപ്പൂൻ്റെ ഓളും കുഞ്ഞുമാണ്. അപ്പം വല്യമ്മ ചോദിക്കുന്നുണ്ട്, അപ്പു വന്നിട്ടേ? അപ്പോൾ അമ്മ പറയാ, ഇല്ല അപ്പു പോയി, ഇവരേ ഇല്ലൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു പോവാന്നേ. തിരിച്ചു പോകുമ്പോൾ അമ്മ പറഞ്ഞു, ഇതാടെ ഒരു വല്യമ്മയുണ്ട്, ആ വല്യമ്മേൻ്റെ മോൻ മരിച്ചുപോയി. അങ്ങനെ ആ വല്യമ്മേനെയും കൂടെ കണ്ടിട്ട് നമുക്ക് പോകാമെന്ന് വെച്ചിട്ട് അമ്മ പിന്നെ കാണുന്നവരോടെല്ലാം സംസാരിക്കും. എന്നെപ്പോലെ എല്ലാവരോടും മിണ്ടണം നമുക്ക്. അങ്ങനെ ആണിയിലൊരു വല്യമ്മ, അപ്പുറമുള്ള വല്യമ്മ, എല്ലാവരോടും സംഭവവും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇതാണ് കേട്ടോ ആ മോൻ മരിച്ച വല്യമ്മേൻ്റെ വീട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി വല്യമ്മേൻ്റെ അടുത്ത് സംസാരിച്ച് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന് ഇങ്ങോട്ടേക്ക്. പൊന്നൂസിനെ അവർ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. പൊന്നൂസിന് ഈ അമ്മമ്മമാരെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മയോടൊക്കെ താറ്റയൊക്കെ പറഞ്ഞ് അമ്മമ്മയൊക്കെ ഒരു ഫ്ലൈങ് കിസ്സൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് നടന്ന് വീട്ടിലോട്ട് പോലായി. തിരിച്ചു പോകുമ്പോൾ അമ്മ ഓർമ്മ, എന്തായാലും ഇത്ര വരെ വന്നതല്ലേ, അപ്പോൾ അമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട്, ഇതല്ല ഇതിൻ്റെ ബാക്കില്ലാത്തത്, അവരോടും കൂടി പോകുന്നു പറഞ്ഞിട്ട് പോവാം. ഇത് നമ്മളെ അമ്മായിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അവരെല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്രാവശ്യം പോയി തിരിച്ചു പോകുന്നത്. ഇതാണ് നമ്മളെ അമ്മയുടെ അനിയത്തിയുടെ വീട്, ഉഷ. അങ്ങനെ നമ്മളതാ ആടെ ഒരു തല കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടായിട്ട് ആടെ ഇരിക്കുന്നുണ്ടെന്ന്. അടുത്ത് പോയവരാ മനസ്സിലായി. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറയാണ്, നീ വീഡിയോ എടുക്കേന്ന്, എന്നെ എടുക്കല്ലേന്ന് പറഞ്ഞപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വീഡിയോ ഞാൻ സ്റ്റോപ്പാക്കി. അങ്ങനെ നമ്മൾ അവരോടെല്ലാം യാത്ര പറഞ്ഞ് തിരിച്ച് പോവേന്ന് കേട്ടോ. ഓട്ടോക്കാരൻ കുറേ സമയം നമ്മളെ കാത്തിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.